ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ഹിന്ദിയിൽ നമ്മളിപ്പോൾ മലയാളത്തിലാണെങ്കിൽ ആരെവിടെ എന്താ ചെയ്യുന്നത്, അവരൊക്കെ എവിടെ പോയി, എങ്ങോട്ട് പോയി, എത്രയുണ്ട്, എങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ മലയാളത്തിൽ. സെയിം വേ ഈ ഇംഗ്ലീഷിലുണ്ട്. വിച്ച്, വാട്ട്, വേർ, ദർ, ഹൗ മച്ച്, ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ളത്. സിമിലർലി ഹിന്ദിയിലും ഉണ്ട് ക്വസ്റ്റ്യൻ വേർഡ്സ്. എന്തൊക്കെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട് എന്നാണ് നമ്മൾ ഈ 4th പാർട്ടിൻ്റെ ഹിന്ദി ബേസിക്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ നമ്മൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നമുക്ക് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സിൽ നമുക്ക് തുടങ്ങാം. എന്നിട്ട് പിന്നെ പയ്യെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കോൻ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള വേർഡാണ് ക്യാ. അടുത്തത് ക്യോ. ഇവിടെ കായുടെ പകുതിയും പിന്നെയാണ് യാ വരുന്നത് കേട്ടോ. മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തത് കൈസ. കൈസ. അടുത്തത് കബ്. അടുത്തത് കഹ. അടുത്തത് കിത്തന. പിന്നെ കിസ്ക. കോൻ, ക്യാ, ക്യോം, കൈസ, കബ്, കഹാം, കിത്തന, കിസ്ക. ഈ വേർഡ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്കൂൾ ടെസ്റ്റ് സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ. ഏകദേശം ഒരു ചെറിയ UP സ്കൂൾ മുതൽ SSLC അല്ലെങ്കിൽ +2 ഇനി ഡിഗ്രി ലെവൽ വരെ നോക്കിക്കോ. ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് കൂടുതലും ഇത് തന്നെയായിരിക്കും. കൂടുതൽ നല്ല ഇത് തന്നെയാണ് വരിക. കാരണം എന്താ, ഇതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ്. ഒട്ടുമിക്ക നിങ്ങൾക്കറിയാം. ഇപ്പം നമ്മൾ എക്സാമ്പിൾ SSLCൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുത്തോ. SSLCൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പം നിങ്ങൾ SSLC പഠിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കൂടി ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. നിങ്ങൾ പഠിച്ച ചാപ്റ്ററിൽ തന്നെ ആയിരിക്കും ഒരു പാരഗ്രാഫ് വരിക, അല്ലെങ്കിൽ ഒരു കവിതയുടെ ഒരു ഭാഗം തരും, അല്ലെങ്കിൽ കഥയുടെ ഒരു ഭാഗം വരും. വാട്ടെവർ പഠിച്ചതോ പഠിക്കാത്തതോ ആവട്ടെ, ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വേർഡിൻ്റെ മീനിങ് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. കാരണം കോൻ, കൈസ, ക്യോം ഇതൊക്കെ ആയിരിക്കും. ആരാണ് എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് അറിയുക പോലും വേണ്ട. പാരഗ്രാഫ് ജസ്റ്റ് ആ ഒരു സെൻറ്റൻസ് സിമിലറായി വരുന്ന നോക്കി നിങ്ങൾക്ക് പിക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ടൈം ആണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും നമ്പർ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ എടുത്ത് എഴുതിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദി ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇനി ക്ലാസ് എടുക്കാനാണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് തെറ്റിക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ വേർഡ്സ് എപ്പോഴും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനാണെങ്കിലും ഇനിയിപ്പം നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കാനാണെങ്കിലും എപ്പോഴും ക്വസ്റ്റ്യൻ വേർഡ്സ് തെറ്റിക്കാതിരുന്നാൽ തന്നെ നമുക്ക് കോൺവെർസേഷൻ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്നത് നിങ്ങൾക്ക് കുറേ കൂടെ ഈസി ആയി മാറും. സോ നമുക്കിവിടെ തിരിച്ചു വരാം. കോൻ. കോൻ്റെ മീനിങ് എന്താ? കോണിൻ്റെ മീനിങ് എന്താണ്? കോണിൻ്റെ മീനിങ് എന്താണ്? ആപ്കാ ബായി കോൻ ഹേ? താങ്കളുടെ സഹോദരൻ ആരാണ്? കോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്നാണ്. ഹൂ, ആര് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ആര് അഥവാ ഹൂ. അടുത്തത് ക്യാ എന്ന് പറഞ്ഞ് എന്താണ്? അതിനകത്ത് തന്നെ ഉത്തരവായി. എന്ത് എന്നാണ് ക്യായുടെ അർത്ഥം വരുന്നത്. എന്ത്. അടുത്തത് ക്യോം. ക്യോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്തെന്ന് പറഞ്ഞാൽ വാട്ടാണ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, അത് ഞാൻ അങ്ങനെ എഴുതാത്ത. ഇനി ക്യോം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ? ഇംഗ്ലീഷിൽ വൈ, എന്തുകൊണ്ട്. ക്യോം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. ഇനി കൈസ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എങ്ങനെ.
എങ്ങനെ എന്നാണ് കൈസ എന്ന വാക്കിൻ്റെ അർത്ഥം. എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ. കബ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോൾ എന്നാണ്. എപ്പോൾ, അതായത് വെൻ. കഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എവിടെ, അതായത് വേർ. കിത്തന എന്ന് പറഞ്ഞാലോ എത്ര, അതായത് ഹൗ മച്ച്. അടുത്തത് കിസ്ക എന്ന് പറഞ്ഞാലോ ആരുടെ. ലാസ്റ്റത്തെ പിന്നെയും വിട്ടാലും കുഴപ്പമില്ല, അതിനു മുന്നത്തെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. കോൻ എന്ന് പറഞ്ഞാൽ ആര്, ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, ക്യോം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, കൈസ എന്ന് പറഞ്ഞാൽ എങ്ങനെ, കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ, കഹാം എന്ന് പറഞ്ഞാൽ എവിടെ, കിത്തന എന്ന് പറഞ്ഞാൽ എത്ര, കിസ്ക എന്ന് പറഞ്ഞാൽ ആരുടെ. ഇത് നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇനി നമുക്ക് കുറച്ചൊരു എന്താ പറയുക എക്സാമ്പിൾസ് പോയി നോക്കാം, എന്നാലേ നിങ്ങൾക്ക് ഒന്നും കൂടെ തറവാകുമായിരിക്കും. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലേക്ക് കടക്കാം. സോ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് പോയാലോ, അതാവുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി പിടികിട്ടും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആപ്കാ നാം ക്യാ ഹേ, എന്താണ് നിങ്ങളുടെ പേര്? ആപ്കാ നാം ക്യാ ഹേ. എന്ത്? ആപ്കാ നാം ക്യാ ഹേ, താങ്കളുടെ പേര് എന്താണ്? എന്താണ്? ക്യാ എന്ന് പറഞ്ഞ എന്താ? എന്ത്. അപ്പൊ എന്താണ് താങ്കളുടെ പേരെന്താ? മേരാ നാം എന്താ? സീമ ഹേ അല്ലെങ്കിൽ രാമു ഹേ. എന്ത് പേരെന്താണോ പേര് കൊടുക്കുക. ലാസ്റ്റ് ഒരു ഹേയും കൂടി ഇട്ടാ എൻ്റെ പേര് ഇതാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നേരത്തെ ഞാൻ പറഞ്ഞു തന്നത് തന്നെ. ആപ്കാ ഭായ് കോൻ ഹേ, നിങ്ങളുടെ ബ്രദർ ആരാണ്? കോൻ ആര്, ആരാണ് താങ്കളുടെ ബ്രദർ, ആരാണ്? ആരാണെന്ന് ചോദിച്ചാൽ മേരാ ഭായ്, ഭായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർ എന്നാണേ. മേരാ ഭായ് കിഷൻ ഹേ, എൻ്റെ ബ്രദർ കിഷൻ ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഇനി എന്താ ചോദിക്കാം? ആപ് കഹാം രഹത്തെ ഹേ എന്ന് പറഞ്ഞ എന്താ? കഹാം എവിടെ, രഹത്തെ ഹേ എന്ന് പറഞ്ഞാൽ താങ്കൾ എവിടെയാണ് ജീവിക്കുന്നത്, എവിടെയാണ് താമസിക്കുന്നത്, എവിടെയാണ്? മേം ഞാൻ, ഒരു സ്ഥലത്തിന് പേരുവാണല്ലോ, കേരൾ. കേരൾ മേം രഹത്ത ഹൂം. എന്തുകൊണ്ടാ ഹൂം വന്നേ? മേം വരുമ്പോൾ ഹൂം വരണം. അത് നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ. നമുക്ക് വഴിയെ പഠിച്ചു പോവാം. ഒറ്റയടിക്ക് എല്ലാം കൂടെ പഠിക്കണ്ടല്ലോ. ഇന്ന് നമ്മൾ എന്താണ് ഈ വേർഡ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, വേർഡിൻ്റെ മീനിങ് എന്താണ്, അത് മാത്രം ഇന്ന് പഠിച്ചാൽ മതി. അതാ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടില്ലേ, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്കറിയാം ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് നിർബന്ധമാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? ഒരു വെറൈറ്റിക്ക് നമുക്ക് എല്ലാ ദിവസവും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ താങ്കൾ റോസ്, റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെയിലി. കിത്തന, കിത്തന എന്ന് പറഞ്ഞാൽ എന്താ? എത്ര. കിത്തന ബജേ, എത്ര മണിക്ക്. ദഫ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് അല്ലെങ്കിൽ സ്കൂൾ. ജാത്തേ ഹേ, ഇതിന് പോലെ നമുക്ക് സ്കൂളിനാക്കി കൊടുക്കാം കേട്ടോ. സ്കൂൾ മതിയായിരുന്നു, അറിയാതെ ഓഫീസിനായിപ്പോയി. ദഫ്തർ ജാത്തേ ഹേ, അല്ലെ ഓഫീസിൽ പോകും, അല്ലെങ്കിൽ സ്കൂൾ ജാത്താ ഹേ, സ്കൂളിൽ പോകും. എത്ര മണിക്ക് താങ്കൾ സ്കൂളിൽ പോകും? അപ്പൊ ഉത്തരം എന്തായിരിക്കും വരിക? ഉത്തരം എന്ത് വരും? എത്ര മണിക്കാന്നുള്ളത് പറയണം. മേം ഞാൻ എത്ര മണിക്കാ? ഒരു 10 ബജെ. 10 ബജെ, അതായത് 10 മണിക്ക്.
ദഫ്തർ അല്ലെങ്കിൽ സ്കൂളോ എന്ത് വേണേലും ആക്കാം കേട്ടോ. ജാത്ത ഹൂം. ഞാൻ എത്ര മണിക്ക് സ്കൂളിൽ പോവും? ഞാൻ ഈ പറഞ്ഞ പോലെ 10 മണിക്ക് സ്കൂളിൽ പോകുന്നതായി. മേം വരുമ്പോൾ ഹൂം വരണേ. ഞാൻ മാറ്റി എഴുതിയാലും നിങ്ങൾ മാറ്റി എഴുതരുത്. അടുത്ത ക്വസ്റ്റ്യൻ ഇനിയിപ്പോൾ ഏതാ വേണ്ടേ? കബ് വെച്ചിട്ട് വേണം അല്ലേ? ആപ്പ് താങ്കൾ, കബ് എപ്പോൾ, ഗർ ലൗട്ടേ, ലൗട്ട്നേ അല്ല ലൗട്ടേ ഹേ, എപ്പോൾ വീട്ടിൽ തിരിച്ചു വരും? ലൗട്ടേ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യാന്നാണ് വരിക. ലൗട്ടേ തായാണ് റിട്ടേൺ ചെയ്യുന്നതാണ്. ഉത്തരം എന്താ വരിക? മേ ഷാം കോ, ഷാം എന്ന് പറഞ്ഞ വൈകുന്നേരം എന്നാണ്. വൈകുന്നേരം ഒരു 5 ബജെ, വൈകുന്നേരം ഒരു 5 മണിക്ക്. ഗർ ലൗട്ടാ ഹൂം, 5 മണിക്ക് എവിടെ വരും? തിരിച്ച് വീട്ടിൽ വരുന്ന. ഓക്കെ ആണല്ലോ? 5 മണിക്ക് വീട്ടിൽ തിരിച്ചു വരും. ഏതായാലും തിരിച്ചെത്തി. ഇതിപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ? ഇതിനകത്ത് ഗ്രാമറുകൾ കുറച്ച് അധികം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിപ്പോൾ നിങ്ങൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞു തരാം. വല്ല ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും നമ്മൾ പറഞ്ഞു തരിക. ഇപ്പം നിങ്ങൾ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് മാത്രം നോക്കിയാൽ മതി. ക്യാ, കോൻ, കഹാം, കിത്തന, കബ്. ക്യാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. എന്താണ്? ഹൂ അല്ലെങ്കിൽ ആര് എന്നതാണ്. കോൻ എന്ന് പറഞ്ഞാലോ? കോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ് വരുന്നേ? ക്യാ എന്ന് പറഞ്ഞാൽ വാട്ടാട്ടോ. കോൻ എന്ന് പറഞ്ഞാലാണ് ഹൂ എന്ന മീനിങ് വരിക. കഹാം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയായിരിക്കും. എവിടെ എന്നുള്ളതാണ്. വേർ എന്നതാണ്. അടുത്തത് കിത്തന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ഹൗ മച്ച് അല്ലെങ്കിൽ എത്ര എന്നുള്ളതാണേ. കബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കബ് വെൻ. ഇത് ഇത്ര ഓക്കെ ആണോ? അപ്പം ഏകദേശം നമ്മളെല്ലാം തന്നെ നോക്കി എന്ന് കരുതുന്നു. കിത്തന, കഹാം അല്ലേ, കബ്, കൈസ. കൈസ നമ്മൾ യൂസ് ചെയ്തില്ല അല്ലേ? കൈസ എന്നാലും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. തും കൈസേ ഹേ, താങ്കൾക്ക് എങ്ങനെയുണ്ട്. ആപ് കൈസേ ഹേ, വഹ് കൈസ ആത്മീ ഹേ. ഞാൻ അതും കൂടി എഴുതിയേക്കാം. വഹ് കൈസ ആത്മീ ഹേ. ഓക്കെ ആണല്ലോ? സോറി, ഇതിനകത്ത് ഉത്തരം എന്ത് കൊടുക്കാം? വഹ് അച്ഛ ആത്മീ ഹേ എന്ന് കൊടുത്തൂടെ? വഹ് ഇവിടെ അച്ഛ ആത്മീ ഹേ. ഓക്കെ ആണല്ലോ? ഇതിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടല്ലോ. അത് മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വരിക എന്നുള്ളത്. നിങ്ങൾക്കറിയാം ഇവിടെ താ ഹേ, തീ ഹേ, ഇങ്ങനെ കുറേ ഗ്രാമറുകളുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ഓരോ പാർട്ടിലായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇതിപ്പോൾ നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻസ് വേർഡുകൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. പറ്റുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. സോ ബൈ.